ഉറക്കമില്ലാത്ത എത്രയോ രാത്രികൾ, വേദനകൾ, ശരീരത്തിലെ വേദനകൾ, ഇതൊന്നും അനുഭവിക്കാത്ത ചില പുരുഷന്മാരിരുന്നിട്ട് ഇപ്പോഴൊക്കെയാണ് ഗർഭം രോഗമായത്. പണ്ടൊക്കെയുള്ള എൻ്റെ അമ്മ നെല്ല് കുത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് പ്രസവിച്ചത് എന്നൊക്കെ പറയുന്നത്. ഇതൊരു വല്ലാത്തൊരു ഇതല്ലേ. ഒരു സ്ത്രീയുടെ ശരീരത്തിലെ മുഴുവൻ ഹോർമോണുകളും അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ തലകീഴ് മറിയുന്നൊരു സംഗതിയല്ലേ. എനിക്ക് പേടി എന്ന് പറയുന്നൊരു വികാരം ഉണ്ടാകുന്നത് ഞാൻ ഗർഭിണിയായിരിക്കുമ്പോഴാണ്. അതായത് എൻ്റെ ഉള്ളിലൊരു ജീവനുണ്ടെന്നും ഇത് എൻ്റെ ഉത്തരവാദിത്വമാണെന്നും എനിക്ക് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സ്റ്റാമിന എനിക്കുണ്ടോ എന്നും എൻ്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു പിഴവ് കൊണ്ട് ഈ കുഞ്ഞ് ജീവിതകാലം മുഴുവൻ എന്തെങ്കിലും ഒരു പോരായ്മ അനുഭവിക്കുമോ എന്നുള്ള അതിഭയങ്കരമായ ഭയം രണ്ടാമതൊന്ന് പ്രസവിക്കാനുള്ള ധൈര്യം പോലും ഇല്ലാതാക്കി. ഈ ലിമിറ്റേഷനെ മറച്ചു വയ്ക്കാനോ അല്ലെങ്കിൽ മറികടക്കാനോ വേണ്ടിയിട്ടാണ് മാതൃത്വത്തെ ഒരു വലിയ ഉദാത്ത സങ്കല്പമായിട്ട് ഇങ്ങനത്തെ തിയറിയൊക്കെ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? ഞാൻ അതിലൊന്നും എനിക്ക് ഉത്തരവില്ല. ഇതൊക്കെ വലിയ ഫെമിനിസ്റ്റ് ഹിസ്റ്റോറിയൻസ്, ജെൻഡർ സ്റ്റഡീസ് ഒക്കെ പഠിച്ച ആളുകൾ പറയേണ്ടതാണ്. നമ്മൾ പറയാനുള്ള ഇത്ര കാര്യമുള്ളൂ. മാതൃത്വം എന്ന് പറയുന്നത് ഒരു വലിയ കള്ളത്തരമാണ്. ഈ മാതൃത്വത്തെ ഇങ്ങനെ ആഘോഷിക്കുന്നത്, ഗ്ലോറിഫൈ ചെയ്യുന്നത്. ഒരു സ്ത്രീയുടെ മുഴുവൻ ജീവിതത്തെയും ഈ മാതൃത്വം എന്ന അല്ലെങ്കിൽ പ്രത്യുൽപാദനം എന്ന ഒറ്റ പ്രക്രിയയിലേക്ക് തളച്ചിടാൻ ഓരോ സൊസൈറ്റിയും ആവിഷ്കരിച്ച ചില സംഗതികളുടെ ഒരു ആകത്തുകയാണ് ഈ മാതൃ ദൈവമെന്ന ഒരു കാഴ്ചപ്പാടിലുണ്ടാകുന്നു. ഉറപ്പായും ഒരു കാലത്ത് ആൾബലം ആവശ്യമുണ്ടായിരുന്ന കാലത്ത് പ്രസവിച്ച് തന്നെയല്ലേ ആളിനെ കൂട്ടാൻ പറ്റുള്ളൂ. ഈ ഒരു സ്പീഷ്യസിന് ഒരു ഗ്രൂപ്പിൽ ആൾ കൂടണമെങ്കിൽ അവിടെ കൂടുതൽ പ്രത്യുൽപാദനം നടക്കണം. അപ്പോൾ പ്രത്യുൽപാദനത്തിലേക്ക് സ്ത്രീകളെ തയ്യാറെടുപ്പിക്കുന്നതിനും അവരെ അതൊരു വലിയ രാഷ്ട്രനിർമ്മാണ പ്രക്രിയയായി പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനും ഉള്ള കണ്ടീഷനിങ് അന്ന് നടന്നിരുന്നു. അത് തുടർന്നുകൊണ്ടേയിരുന്നു. മാതൃത്വം ഒരു ഭീഷണിയും ഒരു നിർബന്ധിത വളരെ കമ്പൽസറിയുമാകുമ്പോൾ അതൊരു പ്രശ്നമാണ്. കാരണം പലപ്പോഴും ഈ പറയുന്ന വുമൺഹുഡ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് മാതൃത്വത്തിന്റെ ഒരു തോളിലിരുന്നിട്ടാണ്. അതിൻ്റെ കൂടെ ബാക്ക്ഗ്രൗണ്ട് അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയായിരുന്നോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അതിൽ സ്ത്രീയെ ഒരു ഉപയോഗക്ഷമമായ, അതായത് അനന്തരാവകാശികളെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു കൃഷിയിടം മാത്രമായി കാണുകയായിരുന്നോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സ്വന്തം എക്സ്പീരിയൻസിൽ എങ്ങനെയാണ്? ഒരു അമ്മയാണല്ലോ, ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട്. ഞാൻ അമ്മയാകാൻ ആഗ്രഹിച്ച ഒരാളൊന്നുമല്ല. പിന്നെ ഞാൻ ചോദിച്ചു, എല്ലാവരും അമ്മയാകുന്നു, എന്നാൽ ഞാനും കല്യാണം കഴിച്ചു, എന്നാൽ കുട്ടിയായിക്കളാം. അങ്ങനെയല്ല. എനിക്ക് കുട്ടിക്കാലത്തൊന്നും ഞാനൊരു കുട്ടിയെ വളർത്തുന്നതോ ഞാനൊരു നല്ല പേരൻ്റ് ആകുമെന്ന് എനിക്കൊരു ധാരണയുണ്ടായിരുന്നില്ല. ഞാൻ പലപ്പോഴും മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ആബ്സെൻറ്റ് മൈൻഡഡായ ഒരാളാണ്. എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നതോ എഴുതിക്കൊണ്ടിരിക്കുന്നതോ വരച്ചുകൊണ്ടിരിക്കുന്നതോ ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാനൊരു നല്ല അമ്മയാകുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അമ്മയായപ്പോൾ ഞാൻ ആ അനുഭവത്തെ പുതുതായിട്ട് കണ്ടു. എന്നുവെച്ചാൽ അമ്മയായിരുന്നില്ലെങ്കിൽ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അമ്മയായിരുന്നില്ലെങ്കിൽ ഒരു കുട്ടി രക്ഷപ്പെട്ടു എന്ന് ഞാൻ വിചാരിച്ചേ. സെലിബ്രേറ്റ് ചെയ്യുന്നതും സ്ത്രീകൾ തന്നെയല്ലേ? സ്ത്രീ സമൂഹമല്ലേ ഇതിനെ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയാണെങ്കിൽ ചെയ്യുന്നത് സ്ത്രീകൾ തന്നെയല്ലേ? കുടുംബം ആർക്കാണ് ആവശ്യം? ചെയ്യുന്നതിൽ സ്ത്രീ സമൂഹത്തിനുള്ളൊരു ഉത്തരവാദിത്വം ഇല്ലേ? നിങ്ങൾ ഈ പറയുന്നത് എല്ലാ കുറ്റവും സ്ത്രീകളുടേതാണ് അല്ലേ? പുരുഷന്മാർ ഇല്ല. ഇത് പറയുമ്പോൾ പുരുഷന് യാതൊരു ഉത്തരവാദിത്വം ഈ സമൂഹത്തെ സംബന്ധിച്ചില്ല. ഈ സോഷ്യൽ സ്ട്രക്ചർ മാറ്റുന്നത് സംബന്ധിച്ചില്ല. ഇതിൽ മൈൻഡ് സെറ്റ് മാറ്റുന്നത് സംബന്ധിച്ചില്ല. മാതൃത്വത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നത് സംബന്ധിച്ചില്ല. ഒരു പ്രശ്നം ഒന്നിലും പാവം പുരുഷൻ ഒന്നുമില്ല. കൈ കെട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാ കുറ്റവും സ്ത്രീകളുടെ കുറ്റമാണ് അല്ലേ? ഇതില് മാതൃത്വത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നതില് സ്ത്രീ സമൂഹത്തിന് വലിയൊരു പങ്കില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. സ്ത്രീ സമൂഹത്തിന് വലിയൊരു പങ്കില്ലേ എന്നുള്ളതിൻ്റെ ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. എന്നാണ് ഈ സ്ത്രീ സമൂഹം ഉണ്ടായത്? ഇന്നിവിടെ ഒരു സ്ത്രീ സമൂഹം ഉണ്ടോ? സമൂഹം പുരുഷൻ്റേതാണ്. സ്ത്രീ ഓരോ സമൂഹത്തിലെ ഓരോ അംഗത്തിൻ്റെ വീട്ടിൽ അടച്ചിടപ്പെട്ട ഒരു ആളാണ് സ്ത്രീ.
ഈ വീട്ടിലെ പുരുഷൻ്റെ പിന്നെ ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും അയാളുടെ തീരുമാനങ്ങളുമാണ് ആ സ്ത്രീ നടപ്പാക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ചോദിച്ചു നോക്കുമ്പോൾ സ്ത്രീ എന്നൊരു സമൂഹം ഇല്ല. സ്ത്രീ ഇന്നും ഒരു സാമൂഹിക ജീവിയല്ല. സ്ത്രീകൾ ഒന്നിച്ചുകൂടി അവരുടെ മീറ്റിങ്ങുകൾ നടത്തുകയോ അവരുടെ ജീവിതം സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുകയോ അത് സംബന്ധിച്ച് നിയമം പാസ്സാക്കാൻ വേണ്ടിയിട്ട് പാർലമെൻറ്റിൽ പോവുകയോ ചെയ്യുന്നില്ല. അവരുടെ പ്രാതിനിധ്യം പോലും, തുല്യ പ്രാതിനിധ്യം പോലും ഇന്നും നടപ്പായിട്ടില്ല. എന്നിട്ട് ഞാൻ ചോദിക്കുന്ന ലജ്ജയില്ലേ ഒരു ജേർണലിസ്റ്റിന് എന്നോട് ചോദിക്കാൻ സ്ത്രീ സമൂഹം ഇത് സമ്മതിച്ചിട്ടല്ലേ എന്ന്? സ്ത്രീക്ക് അക്ഷരം കിട്ടിയതെന്ന് തോന്നുന്നതാണ്. പ്രിവിലേജ് ഇല്ലാത്തൊരു സ്ത്രീ എന്ന് തൊട്ടാണ് പഠിച്ചു തുടങ്ങിയത്, എന്ന് തൊട്ടാണ് വായിച്ചു തുടങ്ങിയത്, എന്ന് തൊട്ടാണ് ഒരു നേർക്ക് നേരെ നിന്ന് സംസാരിച്ചു തുടങ്ങിയത്, എന്ന് തൊട്ടാണ് വാതിൽപ്പടി മറഞ്ഞു നിൽക്കാതെ പൂമുഖത്തേക്ക് ഇറങ്ങി സംസാരിച്ചു തുടങ്ങിയത്. എന്നിട്ട് സ്ത്രീ സമൂഹമല്ലേ എന്ന് ചോദിക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ? അത് വളരെ ക്രൂരമല്ലേ ആ ചോദ്യം എന്നാണ് എൻ്റെ ചോദ്യം. അനിലിന്റെ ചോദ്യം വേറൊരു രീതിയിൽ പറഞ്ഞ ഈ പേട്രിയാർക്കിയുടെ വിക്ടിംസ് ആണല്ലോ പേട്രിയാർക്കിയുടെ വിക്ടിംസ് ആണ് സ്ത്രീകളെന്ന് പറയുന്നത് ആരാണ്? പാട്രിയാർക്കി ഇത്രയും നാളും എന്ന് പറയുന്നത് പാട്രിയാർക്കി ഇത്രയും നാളും പരിപോഷിപ്പിച്ചുകൊണ്ടിരുന്ന അതിനായിട്ട് സ്ത്രീയെ ടൂളാക്കിയ പുരുഷന്മാരാണ് ഇത് ചോദിക്കുന്നത്. ഞാൻ ജേർണലിസ്റ്റ് അല്ല, ഞാൻ എഴുത്തുകാരിയാണ്. പൊതുവെ പുരുഷന്മാരോട് ഒരു എന്താ പറയാ ഇങ്ങനെയാണ് പറയുന്നത്. എനിക്ക് പുരുഷ വിദ്വേഷം ഉണ്ടെന്ന്. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം കേൾക്കുമ്പോൾ എങ്ങനെ വിദ്വേഷം അല്ല പൊതുവെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ, ഒരു ഉത്തരവാദിത്വം എടുക്കാതെ, ഒരു ബ്ലെയിം ഏറ്റെടുക്കാതെ, ഒരു കാര്യത്തിന്റെ അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എങ്ങനെ എനിക്ക് പുരുഷ വിദ്വേഷം ഇല്ലാതിരിക്കും? പക്ഷെ ഇങ്ങനെ പറഞ്ഞ് എന്നെ വിദ്വേഷിയാക്കരുത്. എനിക്ക് സത്യത്തിൽ പുരുഷനോ സ്ത്രീയോ എന്നുള്ളൊരു വ്യത്യാസമേ എനിക്കില്ല. പുരുഷൻ, സ്ത്രീ, ക്രിയർ, ഞാൻ എല്ലാ മനുഷ്യരെയും മനുഷ്യരായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു. ചോദിക്കാൻ കാരണം പുരുഷന് പ്രേമിക്കാൻ അറിയില്ല എന്ന് റീസെന്റ് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു. പുരുഷനെ നന്നായിട്ട് പ്രേമിക്കാൻ അറിയുന്നവരല്ലേ? അത് കണ്ടിരുന്നോ? പുരുഷന് പ്രേമിക്കാൻ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞോ? കണ്ടിട്ടുള്ള പുരുഷന്മാരില് അങ്ങനെ പറഞ്ഞോ? അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല. അവതാരക എന്നോട് ചോദിക്കുന്നു, അതാണ് പുതിയ കാലത്തെ ജേർണലിസത്തിൻ്റെ ഒരു ഗുണം. അവതാരക എന്നോട് ചോദിക്കുന്നു, പല പ്രശ്നങ്ങൾക്കും ഇടയിൽ ഈ പല പുരുഷന്മാർക്കും പ്രേമിക്കാൻ അറിയില്ല, അവരെ പഠിപ്പിക്കാനുണ്ടെന്ന് തോന്നിയിട്ടില്ലേ? അപ്പോൾ ഞാൻ പറയുന്നു അതൊരു വളരെ എന്താണ് ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു കോൺവെർസേഷനാണ്. അപ്പം ഞാൻ പറയുന്നു അതെ, അതിനുള്ള ശ്രമങ്ങളാണ് എൻ്റെ കഥകൾ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കാണുന്നത് മുഴുവൻ പുരുഷന്മാർക്ക് പ്രണയിക്കാൻ അറിയില്ലെന്ന് KR മീര എൻ്റെ പലവിധ ബഹുവർണ്ണ പടങ്ങൾ വെച്ചിട്ട് പോസ്റ്ററുകൾ ഞാൻ വിചാരിച്ച് നടക്കട്ടെ. അങ്ങനത്തെ നമുക്ക് പുരുഷന്മാരെ കുറ്റം പറയാൻ പറ്റുമോ? അവർക്ക് പ്രണയിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെ? ഞാനും കണ്ടിട്ടുള്ള പലർക്കും അറിയില്ല. അവർക്ക് ഈ പറയുന്ന അക്കൗണ്ടബിലിറ്റി എടുക്കാൻ പറ്റാത്ത, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന പുരുഷന്മാരെയാണ് ഞാനും കണ്ടിട്ടുള്ളത്. പ്രണയിക്കാൻ അറിയുന്ന പുരുഷന്മാർ ഞാനും കണ്ടിട്ടുണ്ട്. അപ്പൊ അവരെയും ഇതേപോലെ കണ്ടീഷൻ ചെയ്തിരിക്കുന്ന നമ്മളുടെ തന്നെ അമ്മമാരൊക്കെ തന്നെ കണ്ടീഷൻ ചെയ്തിരിക്കുന്നതിന്റെ പ്രശ്നമാണ്. നമ്മുടെ അമ്മമാരെ ആരാ കണ്ടീഷൻ ചെയ്തത്? അവരുടെ പേരൻസ്, അവരുടെ അപ്പൂപ്പന്മാര്. മനസ്സിലായില്ലേ? ഈ ശീലാവതി പാട്ടും മറ്റേ പാട്ടുകളും ഒക്കെ എഴുതിയത് എങ്ങനെയൊക്കെ സ്ത്രീ പെരുമാറണമെന്ന് എഴുതിയ മുഴുവൻ നിയമാവലികൾ എഴുതി ഉണ്ടാക്കിയത് പുരുഷന്മാരാണ്. പക്ഷെ എന്നാലും പുരുഷന്മാർക്ക് പ്രണയിക്കാൻ അറിയില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഞാൻ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ നല്ല സംശയമുണ്ട്. കാരണം അതുവരെ ഞാൻ വിചാരിച്ചിരുന്ന ഒരു 1% അറിയാമെന്ന്. ലോകത്തെ ഏറ്റവും നല്ല പ്രണയകാവ്യങ്ങളൊക്കെ എഴുതിയത് പുരുഷന്മാരല്ലേ? അതൊന്നും അവർ ജീവിതത്തിൽ പാലിക്കാൻ വയ്യാത്തത്. അങ്ങനെ സിതാര വിചാരിക്കരുത്. ഇപ്പം ഞാൻ എഴുതുന്ന പ്രണയകാവ്യം കണ്ടിട്ട് ഞാൻ ജീവിതത്തിൽ ഏറ്റവും നന്നായിട്ട് പ്രണയിക്കുന്നത് കൊണ്ടാണ് ഇത് എഴുതുന്നത് വിചാരിക്കരുത്. ഞാൻ പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് എഴുതുന്നതാണ്. എഴുത്തുകാരെപ്പോഴും എന്താണ് തെറ്റിദ്ധരിക്കപ്പെടുന്ന ആളുകളാണ്. ഇവർക്ക് എല്ലാ കാര്യങ്ങളെപ്പറ്റി എഴുതാൻ സാധിക്കുന്നത് അതിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടോ ഗവേഷണം നടത്തിയിട്ടോ ഡിഗ്രി എടുത്തിട്ടോ ഒന്നുമല്ല. ഈ റൈറ്റിംഗിലേക്ക് വന്നു കഴിയുമ്പം ഈ പുതുമ തേടി പോകുന്നത്, അതായത് നോവലിൽ അല്ലെങ്കിൽ കഥകളിൽ സന്ദർഭം പോലും ഇത് വേറെ ഒരു കഥയിലും വരരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അത് അങ്ങനെ എങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റും? കാരണം ഇത്രയോ കഥകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ആ തേടി പിടിച്ച് ആ ഒരു സന്ദർഭം പോലും അതെങ്ങനെ ഉറപ്പുവരുത്തുക? അങ്ങനെ അല്ല, സന്ദർഭം വരരുതെന്നൊന്നും നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ചിലപ്പോൾ വന്നു പോകും. പക്ഷേ ഒരു പ്രമേയം, ഒരു പർട്ടിക്കുലർ പ്രമേയം, അതിൻ്റെ എന്താണ് അതിൻ്റെ
മൊത്തത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്, പിന്നെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ശില്പത്തിനുള്ളിലൊരു ശില്പത്തെ ഒളിച്ചു വയ്ക്കുന്ന ഒരു ഗൂഢവിദ്യ ഉണ്ടല്ലോ, ആ വിദ്യ അതൊക്കെ നടപ്പാക്കുന്നതിലാണ് നമ്മളുടെ ഒരു കൃതി എഴുതി തീർക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം. അപ്പോൾ അതുകൊണ്ട് വേറൊരാൾ ഒരു പ്രത്യേക നമ്മുടെ ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളും ആവർത്തിച്ച് വരുന്നതാണ്. ആകെ 7 ഹ്യൂമൻ കണ്ടീഷൻസേ ഉള്ളൂ, അതിൻ്റെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസാണ് ഇതെല്ലാം എന്നുള്ളത് കണക്കിലെടുക്കുക. എല്ലാം ആവർത്തിച്ച് വന്നെന്നിരിക്കും, പക്ഷെ അത് പുതിയ രീതിയിൽ ഇത് കേട്ടിട്ടില്ലാത്ത രീതിയിൽ അത് ആവിഷ്കരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശ്രമം. അപ്പോൾ പുരുഷന് പ്രേമിക്കാൻ അറിയാവുന്ന ഒരു പുരുഷനെ നമ്മൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഒരു വലിയൊരു ഉത്തരവാദിത്തമാണ്. അതാണോ എല്ലാ കൃതികളിലും ശ്രമിക്കുന്നത്? അതാണോ നമ്മൾ എൻ്റെ പ്രശ്നം ഇതാണ്, ഈ പുരുഷൻ്റെ പ്രണയമായും പ്രണയകാവ്യങ്ങളിലെല്ലാം ആഘോഷിക്കപ്പെടുന്നത് എപ്പോഴും പുരുഷന് ഉപയോഗമുള്ള ഒരു സ്ത്രീയെ പ്രണയിക്കുന്നത്. ഉപയോഗമില്ലാത്ത ഒരു സ്ത്രീയും ഒരു പുരുഷനും പ്രണയിച്ചതായിട്ട് ഞാൻ വായിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു ഉപയോഗം അവരെ കൊണ്ട് വേണം. അത് തിരിച്ചു അങ്ങനെയല്ലേ? ഞാൻ ആ ചോദ്യത്തിലേക്ക് വരികയായിരുന്നു. അതെങ്ങനെയാണ്? പ്രത്യേകിച്ചും ഞാൻ ഈ കുറെ വർഷങ്ങളായിട്ട് മനസ്സിൽ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന നമ്മൾ ഇതിൽ ആരാച്ചാരിൽ പറയുന്ന ഒരു സെന്റൻസ് ആണ്, തന്നെ ആഹ്ലാദിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ത്രീയെ മാത്രമേ പുരുഷനെ പ്രണയിക്കാൻ കഴിയുള്ളൂ എന്നും, സ്ത്രീക്ക് എന്നാൽ തന്നെ വേദനിപ്പിക്കുന്ന പുരുഷനെയും പ്രണയിക്കാൻ കഴിയും. ഞാനല്ല പറഞ്ഞത്, അതൊരു കഥാപാത്രം പറഞ്ഞതാണ്. ആ കഥാപാത്രം 100 വയസ്സുള്ള ഒരു മുത്തശ്ശിയാണ്. ആ 100 വയസ്സുള്ള സ്ത്രീ അവരുടെ ജീവിതത്തിൽ അവർ പഠിച്ച, അവരെ സമൂഹം പഠിപ്പിച്ച, അവരെ കുടുംബം പഠിപ്പിച്ച ഒരു പാഠം പകർന്നു കൊടുക്കുകയാണ് കൊച്ചുമകൾക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ പ്രിവിലേജ് ഉള്ള ഒരാൾക്ക്, അധികാരമുള്ള ഒരാൾക്ക്, ഈ ശ്രേണിയുടെ മുകൾ തട്ടിലിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് തന്നെ അനുസരിക്കാതിരിക്കുകയും ചോദ്യം ചെയ്യുകയും തന്നെ പരിഹസിക്കുകയും ഇടിച്ചു താഴ്ത്തുകയൊക്കെ ചെയ്യുന്ന ഒരാളിനെ സ്നേഹിക്കാൻ പറ്റുന്നത്? നമ്മുടെ മേലുദ്യോഗസ്ഥർക്ക് പറ്റുമോ? ആരാ? സിതാരയുടെ ബോസ് ആരാ? ആ ബോസിനെ വിളിച്ച് 2 ദിവസം പോയിട്ട് നിങ്ങൾ എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3ാമത്തെ ദിവസം എന്തെങ്കിലും ഒരു മെമ്മോ കിട്ടാതിരിക്കുമോ? അതാണ് എൻ്റെ പ്രശ്നം.